S1 into S2 divided by S1 minus S2 into T. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർദിശ. എടാ ആ കോമ്പിനേഷൻ നോക്കുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ കൂട്ടുക, സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കുക. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന CPO വിമൻ CPO പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാത്സിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനകത്തെ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ തുടർച്ചയായിട്ട് ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് സബ് ടോപ്പിക്കുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇനി മുതലുള്ള സീരീസ് തുടർച്ചയായിട്ട് കാണണം. വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും കണ്ടുപഠിച്ച് ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി വേണം. അപ്പൊ ഇനി നമുക്ക് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. എടാ മക്കളെ, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, അതായത് സമയവും ദൂരവും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, സ്ഥിരമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന, എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ചോദ്യം ഇതാണ്, നോക്കിക്കൂ. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 50 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 20 മിനിറ്റ് നേരത്തെ എത്തും. പിറ്റേ ദിവസം 20 km/h വേഗതയിൽ പോയപ്പോൾ 10 മിനിറ്റ് താമസിച്ചാണ് എത്തിയത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വേഗതയിൽ പോകുമ്പോൾ ഇത്ര സമയം താമസിച്ചാണ് എത്തിയത് അല്ലെങ്കിൽ നേരത്തെ എത്തിയെന്ന് പറയും. അതേ ദൂരം മറ്റൊരു ദിവസം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഇത്ര സമയം നേരത്തെ എത്തി അല്ലെങ്കിൽ താമസിച്ചെത്തി എന്ന് പറഞ്ഞിട്ട് ദൂരം എത്ര എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇത് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും, അതിപ്പോ നമ്മൾ ഏത് പരീക്ഷ എഴുതാൻ പോയാലും, അതായത് നമ്മൾ 10th ലെവൽ 12th ലെവൽ ഡിഗ്രി ലെവൽ എക്സാം എഴുതാം, ഏതൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. നിങ്ങളുടെ മുമ്പിലെ 2 സ്പീഡ് ഉണ്ടാവും, S1 ഉണ്ടാവും, S2 ഉണ്ടാവും, 2 സ്പീഡ് ഉണ്ടാവും. അതേപോലെ 2 സമയങ്ങൾ കാണും. 2 സമയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരെണ്ണം T1ഉം ഒരെണ്ണം T2 ആണ്. ഇവിടെ ആദ്യത്തെ സ്പീഡ് 50 km/h ആണ്. അതായത് S1ന്റെ വില 50 km/h ആണ്. എടാ മക്കളെ, രണ്ടാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞാല് 20 km/h ആണ്. രണ്ടാമത്തെ സ്പീഡ് അല്ലെങ്കിൽ S2ന്റെ വില 20 km/h ആണ്. ആദ്യത്തെ സമയം 20 മിനിറ്റ് എന്നുള്ളതാണ് ആദ്യ സമയം. അപ്പൊ T1ന്റെ വില 20 എന്ന് പറയാം. രണ്ടാമത് വീണ്ടും ഒരു സമയം തന്നിട്ടുണ്ട്, അത് 10 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ T2ന്റെ വില 10 ആണെന്ന് മനസ്സിലായി. അപ്പൊ S1 S2 T1 T2 തന്നിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഉറപ്പായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എളുപ്പമാർഗം പ്രയോഗിക്കണം. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും, ഒന്നുമില്ല. ഇവിടെ മക്കളെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡിസ്റ്റൻസ് D is equal to S1 S2 തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒന്ന് പറഞ്ഞേ, ഡിസ്റ്റൻസ് D is equal to S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടൈം. ഇതാണ് ഇക്വേഷൻ. ഒന്നും കൂടെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ S1 ഉണ്ട്, S2 ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക, സമയവ്യത്യാസമാണ് T എന്ന് പറയുന്നത്. അത് നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു തരും. തൽക്കാലത്തേക്ക് നിങ്ങൾ T എന്ന് മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഒന്നും കൂടെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരണം S1 into S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. നമ്മൾ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്.
അതായത് ഇത്രേ ഉള്ളൂ, ഒരു നിശ്ചിത ദൂരം S1 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. S1 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ T1 മിനിറ്റ് ഏർലി നേരത്തെ എത്തും എന്നായിരിക്കും പറയുന്നത്. ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ എത്തും. എന്ന് പറഞ്ഞാൽ ഏർലി ആണ്, ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ എത്തും. അടുത്ത ദിവസം S2 മറ്റൊരു സ്പീഡിൽ സഞ്ചരിക്കുന്നു, വേറെ ഒരു സ്പീഡിൽ സഞ്ചരിക്കുന്നു. അതായത് S2 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ മറ്റൊരു വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ T2 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തും. ലേറ്റ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഒരെണ്ണം ഏർലിയും ഒരെണ്ണം ലേറ്റും ആണ്. ആ കോമ്പിനേഷൻ മാത്രം നോക്കിയാൽ മതി. ഒരെണ്ണം ഏർലി, ഒരെണ്ണം ലേറ്റ്. ആദ്യത്തത് ഏർലി ആണ്, രണ്ടാമത്തത് ലേറ്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പുറത്ത് വരാം. അല്ലെങ്കിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് S1 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ T1 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തും എന്നായിരിക്കും പറയുന്നത്. S2 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ T2 മിനിറ്റ് ഏർലി നേരത്തെ എത്തും എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏർലി ലേറ്റ് അല്ലെങ്കിൽ ലേറ്റ് ഏർലി. ഇതാണ് ഒന്നാമത്തെ കോമ്പിനേഷൻ. ഏർലി ലേറ്റ് വരാം, അല്ലെങ്കിൽ ലേറ്റ് ഏർലി എന്നൊരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ S1 km/h വേഗതയിൽ പോകുമ്പോൾ T1 മിനിറ്റ് നേരത്തെ എത്തി, ഏർലി, അവിടെ ഏർലി ആണ്. S2 km/h വേഗതയിൽ പോകുമ്പോൾ T2 മിനിറ്റ് ഏർലി, നേരത്തെ എത്തി. കണ്ടോ? അപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ നോക്കിയാൽ മതി. ഒന്നാമത്തെ കോമ്പിനേഷൻ ഏർലി ലേറ്റ്, രണ്ടാമത്തെ കോമ്പിനേഷൻ ലേറ്റ് ഏർലി, മൂന്നാമത്തത് ഏർലി ഏർലി. രണ്ടും നേരത്തെ എന്നായിരിക്കും പറയുന്നത്. ഇനി നാലാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് S1 km/h വേഗതയിൽ പോകുമ്പോൾ T1 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തും എന്ന് പറയുന്നു. S2 km/h വേഗതയിൽ പോകുമ്പോൾ T2 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തുന്നു എന്ന് പറയുന്നു. ഈ 4 കോമ്പിനേഷൻ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഒന്നുകിൽ ഏർലി ലേറ്റ്, അല്ലെങ്കിൽ ലേറ്റ് ഏർലി, അല്ലെങ്കിൽ ഏർലി ഏർലി, അല്ലെങ്കിൽ രണ്ടും ലേറ്റ് വരുന്ന ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമുക്ക് S1 ഉണ്ട്, S2 ഉണ്ട്. എടാ എന്താണ് T? അതാണ് നമ്മുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ. എന്താണ് T? നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ കോമ്പിനേഷൻ നോക്കുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഏർലി ലേറ്റ് എന്ന് പറയുന്ന വാക്കുകൾ നോക്കുക. എടാ ആ കോമ്പിനേഷൻ നോക്കുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ കൂട്ടുക, സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂട്ടുക, സെയിം ആണെങ്കിൽ കുറയ്ക്കുക. ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ കൂട്ടുക, സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കുക. ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ കൂട്ടുക, സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂട്ടണം. അതായത് ലേറ്റ് ഏർലി ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ഏർലി ലേറ്റ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ വന്നാൽ, ഓപ്പോസിറ്റ് കോമ്പിനേഷൻ വരുവാണെങ്കിൽ സമയങ്ങൾ തമ്മിൽ കൂട്ടണം. അതായത് T കണ്ടുപിടിക്കാൻ T1 T2 കൂട്ടിയാൽ മതി. T കണ്ടുപിടിക്കാൻ T1 T2 കൂട്ടണം. ഓപ്പോസിറ്റ് കോമ്പിനേഷൻ, അതായത് ഏർലി ലേറ്റ് അല്ലെങ്കിൽ ലേറ്റ് ഏർലി. അങ്ങനെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ സമയങ്ങൾ തമ്മിൽ കൂട്ടുക. ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ സമയങ്ങൾ തമ്മിൽ കൂട്ടുക. ഇനി സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ, അതായത് ഏർലി ഏർലി അല്ലെങ്കിൽ ലേറ്റ് ലേറ്റ്, അങ്ങനെ സെയിം കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ സമയങ്ങൾ തമ്മിൽ കുറയ്ക്കണം. സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ സമയങ്ങൾ തമ്മിൽ കുറയ്ക്കുക. സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ സമയങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് ഇവിടെ സെയിം കോമ്പിനേഷൻ ആയതുകൊണ്ട്
സമയങ്ങൾ തമ്മിൽ കുറയ്ക്കുക. T1 T2 കുറയ്ക്കുക. T1 മൈനസ് T2 കണ്ടോ, സെയിം കോമ്പിനേഷൻ. ഏർലി അല്ലെങ്കിൽ ലേറ്റ് സെയിം കോമ്പിനേഷൻ ആയതുകൊണ്ട് സമയങ്ങൾ തമ്മിൽ കുറയ്ക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ T കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ ഇവിടെ പഠിപ്പിച്ച ഈ 4 കാര്യങ്ങളും ഈ ഇക്വേഷനും നിങ്ങൾ വൃത്തിയായിട്ടൊരു പേപ്പറിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം എല്ലാ പരീക്ഷകളിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പൊ നമ്മൾ ചോദ്യം ഒരിക്കൽ കൂടി കാണുന്നു. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 50 km/h വേഗതയിൽ സഞ്ചരിച്ചു. S1ന്റെ വില 50 ആണെന്ന് മനസ്സിലായി. എടാ, S1ന്റെ വില 50, 20 മിനിറ്റ് അത് T1 ആണ്. T1 അടുത്ത 20 km/h സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ് S2 ആണ്. 10 മിനിറ്റ് രണ്ടാമത്തെ സമയം T2 ആണ്. T2 അങ്ങനെ S1 S2 T1 T2 നമ്മൾ വൃത്തിയായിട്ട് ഇക്വേഷൻ എഴുതി വെച്ചു. ഡിസ്റ്റൻസ് D is equal to S1 S2 divided by S1 minus S2 into T. ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. ഡിസ്റ്റൻസ് D is equal to S1 S2 divided by S1 minus S2 into T. Distance D is equal to S1 into S2 divided by S1 minus S2 into T. ഇക്വേഷൻ എഴുതി വെച്ചു. ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, D is equal to, എടാ മക്കളെ, S1ന്റെ വില എത്ര? S1ന്റെ വില 50. S1ന്റെ വില 50 ആണ്. S1ന്റെ വില 50. S2ന്റെ വില 20. S2ന്റെ വില 20. S2ന്റെ വില 20. S2ന്റെ വില 20. രണ്ടാമത്തെ സ്പീഡ് അത് S2 ആണ്. ആ S2ന്റെ വില 20 ആണ്. S1 മൈനസ് S2 സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്പീഡായ 50, രണ്ടാമത്തെ സ്പീഡായ 20, 50 ന്ന് 20 കുറയ്ക്കണം. 50 ന്ന് 20 കുറയ്ക്കണം. 50 ന്ന് 20 കുറച്ചാൽ 30. 50 ന്ന് 20 കുറച്ചാൽ 30. 50 ന്ന് 20 കുറച്ചാൽ 30 ഇൻറ്റു T കണ്ടുപിടിക്കാൻ നിങ്ങൾ കോമ്പിനേഷൻ നോക്കണം. ഒന്നാമത്തെ കോമ്പിനേഷൻ നേരത്തെ ഏർലി. ഒന്നാമത്തെ കോമ്പിനേഷൻ ഏർലി ആണ്, നേരത്തെ ഏർലി. രണ്ടാമത്തെ കോമ്പിനേഷൻ താമസിച്ചു, ലേറ്റ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ലേറ്റ് ആണ്. ഒരെണ്ണം ഏർലി, ഒരെണ്ണം ലേറ്റ്. ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ കൂട്ടണം. സമയങ്ങൾ തമ്മിൽ കൂട്ടണം. ഇവിടെ ഒരു 20 മിനിറ്റ് ഉണ്ട്, ഇവിടെ ഒരു 10 മിനിറ്റ് ഉണ്ട്. 20ഉം 10ഉം കൂടെ കൂട്ടണം. കാരണം ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ കൂട്ടണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 20ഉം 10ഉം കൂടെ കൂട്ടിയാൽ 30 എന്ന് വരും. 20ഉം 10ഉം കൂടെ കൂട്ടിയാൽ 30 എന്ന് വരും. 30 മിനിറ്റ് ആണ്. കാരണം അവര് മിനിറ്റിലാണ് പറഞ്ഞത്. മിനിറ്റ് 30 മിനിറ്റ്. നമുക്കവിടെ മിനിറ്റിൽ പറയാൻ പാടില്ല. കാരണം സ്പീഡ് പറഞ്ഞത് km/h. എടാ, സ്പീഡ് km/h പറഞ്ഞത്. സ്പീഡ് km/h പറയുമ്പോൾ സമയം എന്തായാലും സെക്കൻഡിൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മിനിറ്റിൽ പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങൾ അവറിലേക്ക് മാറ്റണം. അപ്പൊ തന്നിരിക്കുന്ന സ്പീഡ് മിനിറ്റിലാണ്. മിനിറ്റിനെ അവർ ആക്കണം. മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. കേട്ടോ? ഇപ്പോൾ മുകളിൽ കിടക്കുന്ന 30ഉം താഴെ കിടക്കുന്ന 30ഉം കൂടെ കട്ടായി. കണ്ടോ? മുകളിൽ കിടക്കുന്ന 30ഉം താഴെ കിടക്കുന്ന 30ഉം കൂടെ കട്ടായി. അത് എന്തുകൊണ്ടാണ് 60 കൊണ്ട് ഹരിച്ചത് എന്ന് ചോദിച്ചാൽ, എന്തായാലും ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് കൂട്ടണം. 20 മിനിറ്റും 10 മിനിറ്റും കൂടെ കൂട്ടിയാൽ 30 മിനിറ്റ് ആണ്. അത് മിനിറ്റ് ആണ്. മിനിറ്റിനെ അവർ ആക്കണം. മിനിറ്റിനെ അവർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60. മറന്നു പോരുത്. അപ്പൊ ഇവിടെ മക്കൾ ആണ്ട്രാ 20ഉം 60ഉം കൂടെ വെട്ടിക്കൂടെ? ഒറ്റയടിക്ക് വെട്ടാം. 20ഉം 60ഉം ഏതിന്റെ ഗുണിതങ്ങളാ? 20ന്റെ ഗുണിതങ്ങളല്ലേ?
ആണ്. അപ്പൊ 20ന്റെ ഗുണിതങ്ങളെ 20 കൊണ്ട് വെട്ടാം. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം എന്ത്? ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. 20 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 20 കൊണ്ട് ഹരിക്കുക. സോ 20നെ 20 കൊണ്ട് ഹരിച്ച 1 ആണ്. 60നെ 20 കൊണ്ട് ഹരിച്ച 3 ആണ്. 60നെ 20 കൊണ്ട് ഹരിച്ച 3 ആണ്. 50നെ 3 കൊണ്ട് ഹരിച്ചാൽ 50നെ 3 കൊണ്ട് ഹരിച്ചാൽ 50നെ 3 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര? 50നെ 3 കൊണ്ട് ഹരിച്ചാൽ 50നെ 3 കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് 16.66 എന്നൊക്കെ വരും. 50നെ 3 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 16.66 എന്ന് വരും. ചിലപ്പോൾ ഓപ്ഷൻ അകത്ത് ആ ദശാംശ രൂപത്തിലുള്ള സംഖ്യ ഉത്തരമായിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആ 50നെ 3 കൊണ്ട് ഹരിച്ചിട്ട് പോയിന്റിലേക്ക് പോകാതെ മിശ്ര ഭിന്ന രൂപത്തിലേക്ക് എഴുതണം. പോയിന്റിലേക്ക് പോകാതെ മിശ്ര ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. മിശ്ര ഭിന്ന രൂപത്തിലേക്ക് എഴുതുമ്പോൾ എഴുതാൻ എളുപ്പമാണ്. നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അങ്ങ് എഴുതിയാൽ മതി. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർദിശ, അതാണ് ആന്റി ക്ലോക്ക് വൈസ്. കണ്ടോ? ക്ലോക്ക് നമ്മൾ സാധാരണ ഇങ്ങനല്ലേ കറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോണം. അതായത് ആദ്യം ഹരണഫലം എഴുതുക. പിന്നെ ഹാരകം ഡിവൈസർ എന്ന് പറയും. ഹാരകം എഴുതണം. ഹാരകം എഴുതിയിട്ട് ആ ഹാരകത്തിന്റെ മുകളില് ശിഷ്ടം റിമൈൻഡർ എഴുതണം. അപ്പൊ താണ്ടേ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഉത്തരം 16.32 കിലോമീറ്റർ എന്നോ അല്ലെങ്കിൽ 16.66 കിലോമീറ്റർ എന്നോ 16.32 കിലോമീറ്റർ എന്നോ എഴുതി അവസാനിപ്പിച്ചാൽ 1 മാർക്ക് നമ്മുടെ വെട്ടിയിലായി. ഇത്രേ ഉള്ളു പരിപാടി. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ ഏതെടുത്താലും എപ്പോഴും നമ്മൾ കാണുന്ന ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റവും ഇല്ല. എയിൽ നിന്ന് ബിയിലേക്ക് ഒരാള് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയപ്പോൾ 20 മിനിറ്റ് നേരത്തെ എത്തി. തൊട്ടടുത്ത ദിവസം അതേ ദൂരം, അതായത് എയിൽ നിന്ന് ബി വരെയുള്ള ആ ദൂരം 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തി. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. ഇക്വേഷൻ എഴുതിക്കോ. ഇക്വേഷൻ പെട്ടെന്ന് പറയുക. S1 divided by S1 minus S2 divided by S1 minus S2 into T. മറന്നു പോരുത്, മുകളിൽ ഗുണനം താഴെ മൈനസ് ആണ് കേട്ടോ. മുകളിൽ ഗുണനമാണ്. S1 S2 divided by S1 minus S2 into T. അതായത് T എന്തോ നമ്മൾ പറഞ്ഞല്ലോ, അത് വിട്ടുപോരുത്. ഇനി ഡിസ്റ്റൻസ് D is equal to S1ന്റെ വില 60 ആണ്. സ്പീഡ് 1 60 ആണ്. S2 40 ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. 60 ന്ന് 40 കുറച്ചാൽ 20 ആണ്. 40 കുറച്ച 20 ആണ്. ആദ്യം സ്പീഡുകൾ തമ്മിൽ ഗുണിച്ചു, ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറച്ചു, ഇൻറ്റു ടി എടുക്കണമെങ്കിൽ കോമ്പിനേഷൻ നോക്കണം. കോമ്പിനേഷൻ ഒരെണ്ണം നേരത്തെ ഒരെണ്ണം ഏർലി ആണ്, 2 ഏർലി ആണ്, 2 നേരത്തെ ആണ്. എടാ 2 ഏർലി ആണ്, 2 നേരത്തെ ആണ്. സെയിം കോമ്പിനേഷൻ ആണ്. ഏർലി അല്ലെങ്കിൽ ലേറ്റ് സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കണം. സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കണം. ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂട്ടുക. സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കണം. സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ 20 മിനിറ്റിൽ നിന്ന് 10 മിനിറ്റ് കുറച്ചാട്ടെ. 20 മിനിറ്റ് ആണ് T1, 10 മിനിറ്റ് ആണ് T2. സമയങ്ങൾ തമ്മിൽ കുറയ്ക്കണം. T1 മൈനസ് T2 ആണ്. 20 ന്ന് 10 കുറച്ചാൽ 10 എന്ന് വരും. 20 ന്ന് 10 കുറച്ചാൽ 10 എന്ന് വരും. അത് മിനിറ്റ് ആണ്.
അത് മിനിറ്റ് ആണ്. മിനിറ്റിനെ അവർ ആക്കണം, മിനിറ്റിനെ അവർ ആക്കണം, മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60, മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60, മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. താഴെ കിടക്കുന്ന 60ഉം മുകളിൽ കിടക്കുന്ന 60ഉം കൂടെ കട്ടായിപ്പോയി. താഴെ കിടക്കുന്ന 20ഉം മുകളിൽ കിടക്കുന്ന 40ഉം കൂടെ കട്ടായി. 20 കൊണ്ട് വെട്ടാം. 20 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 20 കൊണ്ട് ഹരിക്കുക. 20നെ 20 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. 40നെ 20 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. 2ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 20 വരും. ഉത്തരം 20 കിലോമീറ്റർ എന്ന് വരും ആൻസർ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഉത്തരം 20 കിലോമീറ്റർ ആണ്. 20 കിലോമീറ്റർ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു, അവസാനിച്ചു. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ, ഒന്നുമില്ല. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയവ്യത്യാസമാണ്. അത് നിങ്ങൾ കൂടുതൽ മൈൻഡ് ചെയ്യേണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കോമ്പിനേഷൻ നോക്കണം. കോമ്പിനേഷൻ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ കൂട്ടുക, സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കുറയ്ക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. സോ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിങ്ങളുടെ പഠനം ഏറ്റവും മികച്ചതാക്കാനും അതേപോലെ റിവിഷൻ നടത്തിയെടുക്കാനും അതേപോലെ ഇനിയും പഠനം തുടങ്ങാത്തവർക്ക് വേണ്ടി ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്രാഷ് ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്, ഞങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ല, ഈ അവസാന മൊമെന്റിൽ ഒരു 10, 40, 50 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും പുതിയ ഒരു ക്രാഷ് ബാച്ച് ഓപ്പൺ ചെയ്യുവാണ്. സോ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 8590-202323 എന്ന് പറയുന്ന ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. സോ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ, കാരണം പരീക്ഷ അടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് റിവിഷൻ നടത്താനും അതേപോലെ തന്നെ നമ്മുടെ ഇനിയും പഠനം തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു ബാച്ച് കൊണ്ട് സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യത. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. ചോദ്യം ഇതാണ്: സുരേഷ് വീട്ടിൽ നിന്ന് 30 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഓഫീസിലെ 15 മിനിറ്റ് നേരത്തെ എത്തി ഏർലി. തൊട്ടടുത്ത ദിവസം അവൻ 20 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഓഫീസിലെത്താൻ 15 മിനിറ്റ് താമസിച്ചു. ലെറ്റ്. വീടും ഓഫീസും തമ്മിലുള്ള അകലം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പൊ എന്നെങ്കിൽ മാത്രമല്ല നമുക്കറിയത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഈ കമന്റ് ബോക്സിലെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഇതിന്റെ ആൻസർ. മറ്റൊരു ചോദ്യം ഇതാണ്: രാമു രാവിലെ 8 മണിക്ക് 20 km/h വേഗതയിൽ യാത്ര തിരിച്ചു. 3 മണിക്കൂറിന് ശേഷം വിജയൻ അതേ സ്ഥലത്ത് നിന്നും 30 km/h വേഗതയിൽ രാമുവിനെ പിന്തുടർന്നാൽ എത്ര ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് കണ്ടുമുട്ടുക? ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്തറിയാം? ഒരേ ദിശയില് ഒരു വ്യക്തിയുടെ പുറകിന് മറ്റൊരു വ്യക്തി ഓടിക്കൊണ്ടിരിക്കുക, അതല്ലേ അതിന്റെ അർത്ഥം. അതായത് രാമു രാവിലെ 8 മണിക്ക് 20 km/h വേഗതയിൽ യാത്ര തിരിച്ചു, എങ്ങോട്ടോ യാത്ര പോയി. 3 മണിക്കൂറിന് ശേഷം വിജയൻ അതേ സ്ഥലത്ത് നിന്നും 30 km/h വേഗതയിൽ അവന്റെ പുറമിന് പൊക്കോണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അവന്റെ പുറമിന് പോയാലല്ലേ അവനെ കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ രാമു വടക്കോട്ട് പോവാ, അപ്പോൾ വിജയൻ തെക്കോട്ട് പോയാൽ രാമുവിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു വ്യക്തിയുടെ പുറകിന് മറ്റൊരു വ്യക്തി പോവുക. സോ ഇതൊരു ചേസിങ് പ്രോബ്ലം ആണ്. ഒരാളെ ചേസ് ചെയ്ത് പിടിക്കുക എന്നതാണ് ദൗത്യം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു വ്യക്തി ഒരു ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അവന്റെ പിറകിന് മറ്റൊരു വ്യക്തി അതേ ദിശയിൽ പോകുന്നു, എത്ര ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് പിടികൂടുക എന്ന് ചോദിച്ചാലും ഈ ഇക്വേഷൻ തന്നെ, ഡിസ്റ്റൻസ് d is equal to s1s2 divided by s1 minus s2 into t. അവിടുത്തെ t എന്ന് പറഞ്ഞാൽ എടാ ഒന്നാമത്തെ ആള് പോയതിനു ശേഷം എത്ര സമയത്തിന് ശേഷമാണ് രണ്ടാമത്തെ വ്യക്തി പോയത്. ഇവിടെ ഒന്നാമത്തെ വ്യക്തിയായ രാമു പോയതിനു ശേഷം
3 മണിക്കൂറിന് ശേഷമാണ് വിജയൻ പോയത്. അപ്പൊ നിങ്ങൾ ടിയുടെ വില 3 ഇട്ട് കൊടുക്കണം. S1 20 S2 30. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആദ്യം പറഞ്ഞ മോഡൽ മാത്രമല്ല, ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നുള്ള ഒരു പരിചയപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററായ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതായത് നമ്മളൊരു ഏകദേശം 7-8 ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. കാരണം ലിമിറ്റഡ് സമയം കൊണ്ട് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീരീസ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ പുതിയ മറ്റൊരു സബ് ടോപ്പിക്കുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ് നമ്മൾ വീണ്ടും കാണും. ഓക്കെ.